പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്, നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഏതെങ്കിലും ഭാഷയിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ, ഭാഷ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ടുള്ള എളുപ്പമാർഗമായിട്ടുള്ള ഒരു ഉപകാരമാണ്. പല പല മാർഗങ്ങളുമുണ്ട്. അത് കോപ്പി ചെയ്തതിന് ശേഷം ഗൂഗിൾ ലെൻസിൽ കൊണ്ടുവന്ന് നമുക്ക് ചെയ്യാം. പക്ഷെ വാട്സപ്പിൽ വെച്ച് തന്നെ വായിച്ച് അത് മനസ്സിലാക്കാനുള്ള ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എന്തായാലും എപ്പോഴും പറയും പോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് ലൈക്ക് തരിക. യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായി നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷന്റെ ആവശ്യമുണ്ട്. ഞാൻ ഓൾറെഡി ഇതിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതുവഴിയാണ് നമ്മൾ ഈ വാട്സപ്പിൽ വരുന്ന മെസ്സേജ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് കേട്ടോ. ആ ആപ്ലിക്കേഷൻ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മൾ ഈ നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ താഴെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതിനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിന്റെ ലോഗോ നമുക്ക് നമ്മുടെ ഏത് ഭാഗത്തായിരുന്നാലും കൊണ്ടു കൊടുക്കാനുള്ള ഒരു കാര്യമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്കിവിടെ 3 കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാനേജ് പെർമിഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഫോണിൽ ആ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിൽ നമുക്ക് ഈ ആപ്ലിക്കേഷന്റെ പേരുള്ള ഭാഗത്ത് അലോ ചെയ്ത് കൊടുക്കുക. ഞാനിത് അലോ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ മാനേജ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഐക്കൺ ഇതുപോലെ വന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ എവിടെ പോയാലും ഈ ഫോണിൽ ഏത് ഭാഗത്ത് പോയാലും ഈ ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ എന്തായാലും വാട്സപ്പിൽ നമുക്ക് ആ ടെക്സ്റ്റ് എങ്ങനെ നമുക്ക് വായിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഇംഗ്ലീഷ് മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതൊന്ന് ലോങ് പ്രസ് ചെയ്തതിനു ശേഷം നമുക്കിതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ഡയറക്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് കൊടുത്തതിന് ശേഷം അതിനുശേഷം നമുക്കിവിടെ ഏത് ഭാഷയിലേക്കാണ് നമുക്കിത് മാറ്റേണ്ടത് എന്നുള്ളത് നമ്മളിവിടെ താഴെ രേഖപ്പെടുത്തുക. ഇപ്പോൾ ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. അത് നമ്മൾ മലയാളമാക്കി കൊടുക്കുക. നമ്മുടെ സംസാര ഭാഷ മലയാളമാക്കി കൊടുക്കുക. ഞാനിപ്പോൾ മലയാളമാക്കാൻ പോവുകയാണ്. ഡൗൺലോഡ് ആവാൻ വേണ്ടി സമയം എടുക്കും കേട്ടോ. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ആ ഇംഗ്ലീഷ് ടെക്സ്റ്റിന്റെ മൊത്തം മലയാളം ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഇതുപോലെ നമുക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും ഇതും ആക്കി കൊടുക്കാം കേട്ടോ. നമ്മളിത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇവിടെ ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി നമുക്ക് ഇതുപോലെ കൊടുക്കാം. ഇപ്പോൾ അത് ഹിന്ദിയിലായിട്ടുണ്ട്. ഏത് ഭാഷയിലുള്ള മെസ്സേജ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ആ ഭാഗത്ത് വെച്ച് തന്നെ, നമ്മുടെ ഈ വാട്സപ്പിന്റെ ആ ഭാഗത്ത് വെച്ച് തന്നെ നമുക്കിതുപോലെ നമുക്ക് വായിക്കാൻ കണക്കിനാക്കി മാറ്റാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക. ഇത് ആവശ്യമുള്ള ഒരു ആപ്ലിക്കേഷനാണ്. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.